നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും മോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ടെലഗ്രാമിലേക്ക് ബോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ബോട്ട് ഫാദറിൽ പോയിട്ട് നമുക്ക് ബോട്ടിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതായത് ഡിസ്ക്രിപ്ഷൻ എഡിറ്റ്, പിന്നെ ബോട്ട് എഡിറ്റ്, പിന്നെ അങ്ങനത്തെ കമൻറ്റ് സെക്ഷൻ, അങ്ങനത്തെ നമുക്ക് എഡിറ്റിങ്ങിനെ കുറിച്ചിട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിലുള്ള ഡൗട്ടൊക്കെ ഫുള്ള് തീരും. എന്താ വെച്ചാൽ ഒരാൾക്ക് ചില ഡൗട്ടുണ്ട്. എന്ത് ഡൗട്ടെന്ന് വെച്ചാൽ ഒരാളുടെ ഗ്രൂപ്പിലത്തെ ബോട്ട്, അതായത് എൻ്റെ ഗ്രൂപ്പിലത്തെ ബോട്ട് വേറെ ആരെയും യൂസ് ചെയ്തുകൂടാ. ഇപ്പം ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഒരു ബോട്ടിന് ഇപ്പോൾ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആഡ് ആക്കിയിട്ട് നല്ല ബോട്ടാണ്. അപ്പോൾ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലത്തെ ബോട്ടിൽ ബാക്കി എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബോട്ടിൻ്റെ ഡൈനോ പെട്ടെന്ന് തീരും. അപ്പോൾ അത് തീരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ വെച്ചാൽ ബോട്ട് ആഡാക്കിയ പാട് തന്നെ നിങ്ങളുടെ ബോട്ടിനെ ഇത് ഓഫാക്കി വെക്കണം. അപ്പോൾ അതൊന്നും കുറേ ആൾക്കാരൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊക്കെ പറയുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. വീഡിയോയിലേക്ക് എടുക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെർച്ച് ബാറിൽ പോയിട്ട് ബോട്ട് ഫാദർ എന്ന് സെർച്ച് ചെയ്യാം. ആ ബോട്ട് ഫാദറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബോട്ട് ഫാദർ വരെ സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം ആദ്യം കാണുന്ന /new ബോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മോട്ടക്ക് എന്ന് തന്നെ ഇവിടെ ബോട്ടിന് പേര് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ബോട്ടിന് മോട്ടക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസർ നെയിം കൊടുക്കുകയാണ്. യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം കൊടുക്കുക. അതിൻ്റെ അവസാനം _ ഇട്ടിട്ട് ബോട്ടിന്ന് ചേർക്കണം, _ ഇടാത്ത ബോട്ടിന്ന് ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ബോട്ടിന്ന് ചേർത്താൽ മതി. അപ്പോൾ സ്പേസ് വിടാൻ പറ്റത്തില്ല യൂസർ നെയിം ചെയ്യുമ്പോൾ. സ്പേസിൻ്റെ പകരം _ ഇടണം. അപ്പോൾ ഞങ്ങളുടെ MoTech Row12 ബോട്ടിന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ബോട്ട് റെഡി ആയിട്ടുണ്ട്. ബോട്ട് റെഡി ആയിട്ട് ഇതാണ് ഇങ്ങനെ ബോട്ട് റെഡി ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ കാണുന്ന ഈ കോഡ് ബോട്ടിൻ്റെ ടോക്കണാണ്. ആ ടോക്കണ് വേറെ നമുക്ക് എന്തൊക്കെ ഫ്യൂച്ചേഴ്സ് ഈ ബോട്ടിലൊക്കെ ആഡ് ആക്കണം അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ടോക്കണിൽ നിന്ന് ഈ സാധനം. അപ്പോൾ ഈ ടോക്കണ് വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോയിപ്പിക്കാൻ പറ്റും. അതായത് ഈ ബോട്ടിൻ്റെ ടോക്കണ് വേറെ ആർക്കും കൊടുത്തുകൂടാ ഒന്നാമത്. പിന്നെ വേറെ ആരെങ്കിലും നിങ്ങളെ അറിയാത്ത ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ തടഞ്ഞ് നിർത്താമെന്നുണ്ടാകും അതും പറഞ്ഞു തരുന്നതാണ് ഇതിൽ. അതിനുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന /mybot എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ബോട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 20 ബോട്ട് വരെ ഇതിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇതിലാകെ ഒരു ബോട്ടുണ്ട്. ആ ബോട്ട് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ കാണാൻ സാധിക്കുക. ഇതിൽ കാണുന്ന API ടോക്കണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടോക്കൺ ഇവിടെ കിട്ടും. ടോക്കൺ നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ആവശ്യമാണെന്ന് മാത്രം നിങ്ങൾ എടുത്താൽ മതി, അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ നിങ്ങളുടെ ടോക്കൺ വേറെ അങ്ങ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്ന റിവോക്കിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടാൽ നിങ്ങളുടെ ടോക്കൺ പുതിയ ടോക്കണായിട്ട് കിട്ടും. എന്നിട്ട് നേരെ പുറത്തോട്ട് വരാൻ ബാക്കിലേക്ക്. എന്നിട്ട് ഇപ്പോൾ API ടോക്കണിലേക്ക് എടുത്തിട്ട് കാണിച്ചിട്ടാണ് API ടോക്കണിൽ ക്ലിക്ക് ചെയ്ത്. അപ്പോൾ ഇതിൻ്റെ അവസാനം Q എന്നാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അവസാനം NS എന്നാണുള്ളത്. നേരെ പുറകോട്ട് വരാൻ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എഡിറ്റ് ബോട്ടാണ് നോക്കാൻ പോകുന്നത്. എഡിറ്റ് ബോട്ടിലൂടെ കുറേ കാണാൻ സാധിക്കും. എഡിറ്റ് നെയിം, എഡിറ്റ് ഡിസ്ക്രിപ്ഷൻ, എഡിറ്റ് ബോട്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അതൊക്കെ എന്തെന്ന്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എഡിറ്റ് ഡിസ്ക്രിപ്ഷനാണ്. എഡിറ്റ് നെയിമിനെ കൊടുക്കുന്നില്ല. എഡിറ്റ് നെയിം നമുക്ക് നല്ലൊരു നെയിമിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ഡിസ്ക്രിപ്ഷൻ എന്താ വെച്ചാൽ ഇതാണ് ഡിസ്ക്രിപ്ഷനും. പിന്നെ ബോട്ട് ഫാദറിൽ തന്നെ കാണിച്ചു തന്നതാണ് എഡിറ്റ് ഡിസ്ക്രിപ്ഷൻ എന്താ വെച്ചാൽ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ ഞാൻ ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഡെമോ ബോട്ടിൻ്റെ കൊടുക്കുകയാണ്. ഇതെന്താ വെച്ചാൽ ഇത് ഡെമോ ബോട്ടാണ്. ഈ ബോട്ടിലുണ്ട് നമുക്കൊന്നും ഉപകാരമില്ല. അപ്പോൾ ഞാൻ ഡെമോ ബോട്ട് കൊടുത്ത് എന്നിട്ട് അടുത്ത എഡിറ്റ് ബോട്ടിലേക്ക് പോവാം. അടുത്ത ഞാൻ എഡിറ്റ് എബോട്ടാണ്. എഡിറ്റ് എബോട്ട് എന്താ വെച്ചാൽ ഈ ബോട്ടിൽ തന്നെ കാണിച്ചു തരാം ബോട്ട് ഫാദറിൻ്റെ എഡിറ്റ് എബോട്ട് എവിടെ ഉണ്ടെന്ന്. അത് എല്ലാ ബോട്ടിൻ്റെ സെയിം തന്നെയാണ്. എഡിറ്റ് എബോട്ട് ഇതാണ്. ഇവിടെ ബോട്ട് ഫാദർ ഈസ് ദ വൺ ബോട്ട് അവിടെ കൊടുത്തിട്ടില്ല. അതാണ് ഈ ബോട്ടിൻ്റെ എബോട്ട് സെക്ഷന്. എബോട്ട് സെക്ഷൻ ഈ ബോട്ടിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിൽ കാണുന്ന @bot father has not access to മെസ്സേജിൽ കാണാൻ സാധിക്കില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് അവിടെ. അടുത്ത നമ്മൾ നേരെ പുറകോട്ട് അതിൻ്റെ അടുത്ത എഡിറ്റ് എബോട്ടിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇഷ്ടമുള്ള എബോട്ട് ഒന്ന് കൊടുക്കുക. അപ്പോൾ 200 ലെറ്ററിൻ്റെ ഉള്ളിലായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കുറേ ലെറ്റർ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. 200 ലെറ്റർ 120 ലെറ്ററും തോന്നുന്നത് എനിക്ക് നേരായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ ഡെമോ ബോട്ട് 2021 കൊടുത്തിട്ട് നേരെ പുറകോട്ട് വരാണ്. പുറകോട്ട് വന്നിട്ട് ഇപ്പോൾ അടുത്ത് നോക്കാൻ വന്നത്
എഡിറ്റ് പിക്കാണ് കൊടുക്കാൻ വന്നത്. എഡിറ്റ് പിക്ക് എന്ന് വെച്ചാൽ ഈ ബോട്ടിൻ്റെ ഇവിടെ ബോട്ട് ഫാദറിൻ്റെ ഒരു പിക്ക് ഉണ്ട്. ആ പിക്ക് നമുക്ക് ഞാൻ നേരെ കാണിച്ചു തരാം. അതിനുവേണ്ടി നേരെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ബോട്ടിൻ്റെ പിക്കാണ് ഇത്. അതിൻ്റെ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ മതി എഡിറ്റ് പിക്കാണ്. എഡിറ്റ് പിക്ക് ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ളൊരു പിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് വേണ്ട ഒരു പിക്ക് ബോട്ടിന് ഇപ്പോൾ സെൻഡ് ചെയ്തിട്ട് ഇവിടെ ബോട്ട് എനിക്ക് റിപ്ലൈ ആയി ഈ പിക്ക് സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുറകോട്ട് വരാം. അടുത്ത നമ്മൾ നോക്കാൻ വന്നത് എഡിറ്റ് ബോട്ടിലാണ് നോക്കാൻ വന്നത്. എഡിറ്റ് കമൻറ്റ്സ് ആണ് നോക്കാൻ വന്നത്. എഡിറ്റ് കമൻറ്റ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡെമോ ബോട്ടിന് ആവശ്യമില്ല. ഇപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന ബോട്ട് ഫാദർ ഉണ്ടാക്കുന്ന സാധാരണ ബോട്ടിന് അത് ആവശ്യമില്ല. അതായത് ഈ ബോട്ടിലൊക്കെ നമ്മൾ എന്തൊക്കെ ഫ്യൂച്ചേഴ്സ് ആയിട്ട് ആക്കുന്നത്, അതായത് അൾട്ടിമേറ്റ് ഫിൽറ്റർ ബോട്ട്, ഓട്ടോ ഫിൽറ്റർ ബോട്ട്, റോസ് മോഡൽ ബോട്ട്, പിന്നെ മീര ക്ലോൺ ബോട്ട്, അങ്ങനത്തെ കുറേ എന്തൊക്കെ ബോട്ട് ഇതിലൊക്കെ ആഡ് ആക്കുന്നത്, ഫയൽ ടു ലിങ്ക് ബോട്ട്, അതിനൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് അടിക്കുന്ന കമൻറ്റ്സ്, അതായത് സ്റ്റാർട്ട് ചെയ്യുക ബോട്ട്, അതൊക്കെ പെട്ടെന്ന് അടിക്കുന്ന കമൻറ്റാണ്, നമുക്ക് ആവശ്യമുള്ള കമൻറ്റാണ്. അതൊക്കെ നമ്മൾ എടുക്കെടുക്കുക അത് പെട്ടെന്ന് അടിക്കാൻ വരുന്ന കമൻറ്റാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് എഡിറ്റ് കമൻറ്റ്സിലേക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എഡിറ്റ് കമൻറ്റ്സിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്താൽ മതി. ഇത് കൊടുത്തിട്ടുണ്ട് ഈ കമൻറ്റ്സ് പോലെ. അപ്പോൾ നിങ്ങൾ സ്മോൾ ലെറ്ററിൽ കൊടുക്കാം, സ്ലാഷ് കൊടുക്കാൻ പാടില്ല. സ്ലാഷ് കൊടുക്കാണ്ട് തന്നെ സ്മോൾ ലെറ്ററിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് സ്റ്റാർട്ട് തന്നെ കൊടുക്കുകയാണ്. അതിൻ്റെ സ്പേസ് ഇട്ടിട്ട് മൈനസ് കൊടുക്കുക. മൈനസ് കൊടുത്തിട്ട് സ്പേസ് ഇടുക. സ്പേസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്താണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ബിഗ് ലെറ്ററിൽ കൊടുക്കുക, സ്മോൾ ലെറ്ററിൽ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ബോട്ടിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്ത സ്പേസ് എൻ്റർ ഇട്ടിട്ട് ഹെൽപ്പ് ഒന്ന് കൊടുക്കുകയാണ്. സ്പേസ് ഇട്ടിട്ട് മൈനസ് ഇട്ട് കൊടുക്കുകയാണ്. സ്പേസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര സ്റ്റെപ്പ് ആണെങ്കിലും താഴോട്ടൊക്കെ പോകാം, അതിനൊരു പ്രശ്നമില്ല. എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം. സെൻഡ് ചെയ്ത് കൊടുത്ത് ഞാൻ ബാക്ക് ടു ബോട്ടിലേക്ക് വരാം. അടുത്ത നമ്മൾ നോക്കാവുന്നത് ബോട്ട് സെറ്റിങ്സ് ആണ്. ബോട്ട് സെറ്റിങ്സിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇൻലൈൻ മോഡ് ഉണ്ട്. ഇൻലൈൻ മോഡ് നമുക്ക് ആവശ്യമില്ല, അത് IMD ബോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളതാണ് ഇൻലൈൻ മോഡ്. നമുക്കിപ്പോൾ ആവശ്യമില്ല അതൊന്നും. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് സാധാരണ ഒരാൾക്ക് ആവശ്യമുള്ളത് അലോ ഗ്രൂപ്പ്സാണ് ആവശ്യമുള്ളത്. അലോ ഗ്രൂപ്പ്സിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഹലോ ഗ്രൂപ്പ്സിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഓണാക്കി വെക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഓണാക്കുന്ന ടീമിനെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഈ ബോട്ടിനെ നിർബന്ധമായിട്ട് അഡ്മിൻ ആക്കണം, എന്നിട്ട് മാത്രം അത് ഓണാക്കാം. അല്ലെങ്കിൽ ഓണാക്കിയെങ്കിൽ അത് നിങ്ങൾക്ക് ഈ ബോട്ടിനെ പിന്നെ ഒരിക്കലും പിന്നെ അഡ്മിൻ ആക്കാൻ പറ്റത്തില്ല. പിന്നെ അഡ്മിൻ ആക്കണമെങ്കിൽ ഇത് പോയി ഓഫ് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിൻ ആക്കാൻ പറ്റൂ. അഡ്മിൻ ആക്കാൻ പറ്റും. അതെന്താ വെച്ചാൽ ഇത് ഓണാക്കിയാൽ ഈ ബോട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ബോട്ടിനെ വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഓഫ് ചെയ്താൽ മാത്രം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ അഡ്മിൻ ആക്കിയിട്ട് ഈ ബോട്ടിനെ നിങ്ങൾ ഇവിടെ വന്ന് ഓണാക്കുന്നെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. ഇപ്പോൾ അടുത്ത നമ്മൾ നോക്കാവുന്ന ഗ്രൂപ്പ് പ്രൈവസിയാണ്. അത് ഓണാക്കിയിട്ട് വെക്കാം. ഗ്രൂപ്പ് പ്രൈവസി ഓണാക്കിയിട്ട് വെക്കുന്നത് നമുക്ക് നല്ലതാണ്. അതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഓണാക്കിയിട്ട് വെക്കുന്നത് നല്ലതാണ്. എൻ്റെ ബാക്ക് ടു സെറ്റിങ്സിലേക്ക് തന്നെ വരാം. എൻ്റെ ബാക്കിയുള്ള 2 ബട്ടൺസ് നമുക്ക് ആവശ്യമില്ല. ഇവിടെ വന്ന് ബാക്ക് ടു ബോട്ടിലേക്ക് തന്നെ വരാം. ഇപ്പോൾ നമ്മൾ അടുത്ത് നോക്കാവുന്നത് പേയ്മെൻറ്റ്സ് ആണ് നോക്കാവുന്നത്. നമുക്ക് ആവശ്യമില്ല, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ബാക്ക് ടു ബോട്ടിലേക്ക് വരാം. അടുത്ത നമ്മൾ നോക്കുന്നത് ട്രാൻസ്ഫർ ഓണർഷിപ്പാണ് നോക്കാൻ പോകുന്നത്. ട്രാൻസ്ഫർ ഓണർഷിപ്പ് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ബോട്ടിങ് ഏത് ബോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ബോട്ട് ആർക്കാണ് കൊടുക്കുന്നത് അവർ ഈ ബോട്ടിൽ കയറി സ്റ്റാർട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. എന്നിട്ട് നിങ്ങളോട് പറയും ഈ ബോട്ട് ഓണർഷിപ്പ് മാറ്റുമ്പോൾ നിങ്ങളോട് പറയും അവരുടെ യൂസർ നെയിം ഇവിടെ നിന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ബോട്ട് അവരുടെ പേജിലേക്ക് ബോട്ട് പോകും. ഇവരാണ് ഓണർഷിപ്പ് ഇവിടെ ചേഞ്ച് ആക്കി കാണിച്ച് തരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് വെറുതെ കാണിച്ച് തരാണ്ട് അതുകൊണ്ട് കാണിച്ച് തരാത്ത എല്ലാം കാണിച്ച് തെറ്റ് ചെയ്യാൻ. അതിൻ്റെ നേരെ ബാക്ക് ടു ബോട്ടിലേക്ക് വരാം. ബാക്ക് ടു ബോട്ടിലേക്ക് എൻ്റെ അടുത്ത് എന്താക്കണേ നമുക്ക് പറഞ്ഞുതരാം. അടുത്ത നമ്മൾ ഡിലീറ്റ് ബോട്ടാണ്. ഡിലീറ്റ് ബോട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞത്, അത് കുറച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പറഞ്ഞത് വീഡിയോത്തിൻ്റെ. അപ്പോൾ അടുത്ത് നോക്കാൻ വന്നത് നിങ്ങളുടെ ബോട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ബോട്ട് സ്റ്റാർട്ട് കൊടുക്കുന്നില്ല. സ്റ്റാർട്ട് കൊടുത്താൽ ഇവിടെ കാണാൻ സാധിക്കും ഡെമോ ബോട്ട്. നമ്മൾ കൊടുത്ത നേരത്തെ കൊടുത്ത ഡിസ്ക്രിപ്ഷനാണ് എന്നത് ഡെമോ ബോട്ട്. ഇപ്പോൾ സ്റ്റാർട്ട് കൊടുത്തിട്ട് ഒന്ന് വരാത്തെന്താ വെച്ചാൽ ഇത് ഡെമോ ബോട്ടാണ്. ഇതിലേക്ക് എന്ത് ഫീച്ചേഴ്സ് ഒന്നും ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത കമൻറ്റ്സിൽ വന്നിട്ടുള്ള കമൻറ്റ്സാണ്. നമ്മൾ നേരത്തെ കൊടുത്ത സ്റ്റാർട്ടും /help കമൻറ്റ്സിൽ കൊടുത്തിട്ടുള്ളത്. അതിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്നത് ഈ എബൌട്ടാണ് നോക്കാൻ പോകുന്നത്. എബൌട്ട് നോക്കാൻ വേണ്ടി ബോട്ടിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യേണ്ടത് ബോട്ടിൻ്റെ എബൌട്ട് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിനെ കൊടുത്ത പിക്കും ഇവിടെ കാണാൻ സാധിക്കും. വൃത്തിക്കുള്ള പിക്കും കാണാൻ സാധിക്കും. അപ്പോൾ ബോട്ടിൻ്റെ എബൌട്ട് അവിടെ കാണാൻ സാധിക്കും. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മളുടെ ബോട്ട് വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ബോട്ടിൻ്റെ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ 3 ഡോട്ട്സിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബോട്ട് വേറെ ആർക്ക് ആഡ് ആക്കാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്കും ഈ ബോട്ട് ഇപ്പോൾ ആഡ് ആക്കാൻ പറ്റത്തില്ല.
നിങ്ങൾക്ക് ഈ ബോട്ടിനെ ആഡ് ആക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ബോട്ട് സെറ്റിങ്സിൽ ബോട്ട് ഫാദറിൽ പോയിട്ട് നിങ്ങളുടെ ബോട്ടിലെ യൂസർ നെയിമിലേക്ക് അലോ ഗ്രൂപ്പ്സിലേക്ക് പോയിട്ട് ഇതൊന്ന് ഓഫാക്കി നേരെ നിങ്ങളുടെ ബോട്ടിലെ കയറിയിട്ട് മെനുവിൽ പോയിട്ട് 3 ഡോട്ട്സിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആഡ് ടു ഗ്രൂപ്പ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ അത് ഓണാക്കുന്നതായിട്ട് പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ ബോട്ടിനെ അഡ്മിനാക്കിയാൽ മാത്രം മതി. എന്നിട്ടായിട്ട് ഇത് ഓണാക്കാം. ഇപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡിലീറ്റ് ബോട്ടാണ് നോക്കാൻ പോകുന്നത്. ഡിലീറ്റ് ബോട്ടിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് ദ ബോട്ടിലൊക്കെ ക്ലിക്ക് ചെയ്യുക. പിന്നെ എൻ്റെ അടുത്ത് കാണാൻ സാധിക്കും ഐ ആം 100% ഷുവർ അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബോട്ടിൽ നിന്ന് ഡിലീറ്റ് ആക്കാം. ആ ബോട്ടിനെ ആവശ്യമില്ലാത്ത ബോട്ട് മാത്രമേ ഡിലീറ്റ് ആക്കിയാൽ മതി. എൻ്റെ ബാക്ക് ടു ബോട്ട് ഹിസ്റ്ററിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബോട്ട് ഡിലീറ്റ് ചെയ്യാൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് /mybot എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ബോട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ബോട്ടില്ല. ഇപ്പോൾ ബോട്ട് പറയുന്നുണ്ട് ഈ ബോട്ട് ഫാദർ. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്കും ചെയ്യാം. പിന്നെ ഈ ചാനൽ ഏതെങ്കിലും മച്ചാന്മാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ബൈ. നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.